ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 1 ശ്ലോകം 5. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതി അസതി കൽപ്പാവികൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപിതമധിരോത്ഥായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാഗുണ്ട വൈകുണ്ഠരൂപം. ശ്രീഹരേ നമഃ. അജ നിർവ്യാപാര അഭി, അല്ലയോ അജ, അങ്ങ് സ്വതവേ ഒരു ചേഷ്ടയുമില്ലാത്തവനാകുന്നുവെങ്കിലും നിഷ്കാരണം, ഒരു കാരണവും കൂടാതെ ഈക്ഷണാഖ്യാം ക്രിയാം, ഈക്ഷണം എന്നൊരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു. ഭജസേ യൻ തേനയേവ, ഈ എന്നത് യാതൊന്നോ അതിനാൽ തന്നെയാണ് അസ്ഥികൽപ്പ അഭിലീന പ്രകൃതി, ഇല്ലാത്തതായി തോന്നിയിരുന്നുവെങ്കിലും അങ്ങേ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി അല്ലെങ്കിൽ മായ കൽപ്പാദികാലേ, കൽപ്പത്തിന്റെ തുടക്കത്തിൽ ഉദേതി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. സ്വമഹിമ വിഭവാഗുണ്ഠ, തൻ്റെ തികഞ്ഞ മഹിമാവിനാൽ തനിക്ക് അപാരമായ ഒരു മഹിമ ഉള്ളതിനാൽ ഒന്നിലും മടക്കം പറ്റാത്തവനെ വൈകുണ്ഠ സത്തം, വൈകുണ്ഠവാസിയായ ശ്രീ മഹാവിഷ്ണു, ആ അങ്ങ് നിർവ്യാപരനായ അവിടുന്ന് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ തസ്യാഹ് അതിരോധായകം, ആ പ്രതിയുടെ ഒന്നിനെയും സംശുദ്ധം സത്വരൂപം കമപി, മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാത്തതും അംശം ധൃത്വ, സത്വഗുണ എന്ന രൂപത്തിലുള്ളതുമായ അംശത്തെ കൈക്കൊണ്ട് രൂപം ദദാസി, രൂപത്തെ ധരിക്കുന്നു. ഭഗവാനെ അവിടുന്ന് നിർവ്യാപരനാണ്. ജനിമൃതികളിൽ മുക്തനായ ഭഗവാനെ നിഷ്ക്രിയ സ്വഭാവമായിരുന്നിട്ടും അകാരണമായി ഉണ്ടാകുന്ന അങ്ങയുടെ നോട്ടത്തെ ആശ്രയിച്ച് അങ്ങയിൽ ലീനമായി കിടക്കുന്നതും തികച്ചും ആസ്ഥിതത്വം അല്ലാത്തതുമായ മായാശക്തി സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഉണർന്നു വ്യാപരിക്കാൻ തുടങ്ങുന്നു. ഹേ വൈകുണ്ഠവാസിൻ, അങ്ങയുടെ പ്രഭാശക്തിയിൽ പ്രവർത്തിക്കുന്ന മായയിൽ നിന്നും ജ്ഞാനകർമ്മങ്ങളെ പ്രതിരോധിക്കാൻ കരുത്തില്ലാത്തതും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിൽ പരിശുദ്ധവുമായ സത്വഗുണത്തിന്റെ അംശത്തെ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് അതിനെ സ്വന്തം രൂപമാക്കി മാറ്റുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, അവിടുത്തെ പാദകമലത്തിൽ സർവവും സമർപ്പിക്കുന്നു. കൃഷ്ണ, സർവം സ്വീകരിക്കുമാറാകണമേ. അടിയന് ഭക്തി തന്നനുഗ്രഹിക്കുമാറാകണമേ. അവിടുത്തെ പൊന്നുപാദങ്ങളല്ലാതെ മറ്റൊന്നും ഈ ലോകത്തിലെ ജനങ്ങൾക്ക് ആശയമായിട്ടൊന്നും തന്നെയില്ല. ആ ശക്തി മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ധന്യാത്മാക്കൾ അവിടുത്തെ ആനന്ദ നിർവൃതി അവിടുത്തെ ലയിച്ചുകൊണ്ട് അനുഭവിക്കുന്നു. അല്ലാത്തവർക്ക് ദുഃഖമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാകുന്നില്ലല്ലോ ഭഗവാനെ. ഇനിയും ഭഗവാന്റെ ഒരു ശ്രീഹരിയം എന്ന ഒരു നീള നാരായണീയത്തിൽ ശ്രീ മൂക്കന്നോസ് ശ്രീഹരി തിരുമേനിജി എഴുതിയ പദ്യരൂപത്തിലുള്ള ആ നാരായണീയത്തിൻ്റെ 4 വരി പാരായണം ചെയ്ത് നിങ്ങളുടെയും ഭഗവാന്റെയും ഗുരുക്കന്മാരുടെയും മുൻപിൽ സമർപ്പിക്കുന്നു. ജനിമൃതികളിൽ നിന്നും മുക്തനായ ഭഗവാന്റെ കടാക്ഷത്താൽ മായ ശക്തി ഉണർന്നിടവേ പരിശുദ്ധമായ സത്വ ഗുണാംശത്തെ സ്വീകരിച്ചു സ്വന്തം രൂപമാക്കി ദേവൻ കേളിയാടുന്നു. ശ്രീഹരേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.